ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വീഡിയോസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു വീഡിയോ കാണാൻ ഇടയായത്. ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവം എന്ന് അറിയാനായിട്ട് ഞാൻ 2-3 പ്രാവശ്യം നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. അതായത് തൻ്റെ സുഖത്തിന് വേണ്ടി തൻ്റെ 2 മക്കളെ ഉപേക്ഷിച്ച ഒരു സ്ത്രീ, അവരെ ഉമ്മ അല്ലെങ്കിൽ പെറ്റ ഉമ്മയാണെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല, അവരവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോയി. അതിനുശേഷം അവിടെ നിന്ന് എന്തൊക്കെയോ വിഷയങ്ങളായിട്ടാണെന്ന് തോന്നുന്നു, അവർ മക്കളെ കാണാനായിട്ട് വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പോൾ അവിടെ നിന്ന് അവർ വീഡിയോ എടുത്ത് വിട്ട ഒരു വീഡിയോ ആയിരുന്നു, അവരുടെ ഫോണിൽ പകർത്തിയ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ കണ്ടത്. അപ്പോൾ ഇനിയെങ്കിലും ഈ അവിഹിത ബന്ധം തുടരുന്ന ചില ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ തന്നെ. കാരണം ഇതിൽ ഭൂരിഭാഗം ആളുകളും അവിഹിത ബന്ധമുള്ളവരാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഒരിക്കലും സ്വന്തം മക്കളെ മറന്നുകൊണ്ട് വേറൊരുത്തൻ്റെ കൂടെ പോകുമ്പോൾ, അതും കോടതിയിൽ ചെന്ന് ചോദിക്കുന്നുണ്ട് ഇവരോട്, നിങ്ങൾക്ക് മക്കൾ വേണോ അതോ ഇവർ വേണോ വെച്ചപ്പോൾ എനിക്ക് മക്കൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ചെക്കൻ കുട്ടിയാണെന്ന് പറയുന്നത്, അതായത് ഒരു 4 വയസ്സും എന്താ പറയുക, ഒരു 10-11 വയസ്സൊക്കെ ആവുള്ളൂ, എൻ്റെ മകൻ്റെയൊക്കെ പ്രായം ഉണ്ടാവുള്ളൂ തോന്നുന്നു. അത്രയും പ്രായമുള്ളൊരു കുട്ടിയാണ് പറയണത്, നിങ്ങളിനെ ഞങ്ങൾക്ക് കാണണ്ട, ഇവിടെ നിന്ന് പോലീസിനെ വിളിക്കി എന്നൊക്കെ ആ കുട്ടി പറയുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് വീഡിയോ കണ്ടപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി. കാരണം ഇതൊരിക്കലും ഇതൊക്കെ ഒരു പാഠമാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ എന്താ പറയുക, ഓരോ ആളുകൾ സ്നേഹം നടിച്ച് വരും, എന്നിട്ട് അവർക്ക് വേണ്ടത് അവരുടെ ശരീരമായിരിക്കും. ആ ശരീരമൊക്കെ ഏകദേശം അവന് വേണ്ട സുഖങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മടുപ്പ് തോന്നും, വെറുപ്പ് തോന്നും, അറപ്പ് തോന്നും. അവസാനം നമ്മളെ ഇഷ്ടമില്ലാണ്ടാവും, നമ്മളെ അവരെ വലിച്ചെറിയും. അങ്ങനെ വലിച്ചെറിഞ്ഞ ഒരു സ്ത്രീ, ഇനി സത്യാവസ്ഥ എന്താണെന്നൊന്നും എനിക്കിതിൽ അറിയില്ല. ഇതിൽ ഒരു ഹെഡിങ്ങും അതിൽ കൊടുത്തിട്ടുണ്ട്, കാമുവിൻ്റെ ഒപ്പം ഒളിച്ചോടിയിട്ട് പോയ ഒരു ഉമ്മ സ്വന്തം മക്കളെ കാണാൻ വന്ന ഒരു രംഗമാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. എന്തായാലും ആ വീഡിയോ ഒന്ന് നമുക്ക് കാണാം. നീ പോടെ, ഇതിപ്പോ സ്റ്റേഷനിൽ വന്നാലേ പോലീസ് എനിക്ക് ആ വിദ്യ ഉള്ളൂ ദുനിയാവിൽ എന്റെ എല്ലാം കഴിഞ്ഞ്, എനിക്ക് ആ വിദ്യ ഉള്ളൂ. എന്ത് സുഖത്തെ കഴിഞ്ഞ് എല്ലാം മറന്നു കഴിയാറ്. കോടതിയിൽ നിന്ന് പറയാൻ അവനെ വേണം, കോടതിയിൽ നിന്ന് എന്നാലേ നമ്മളെ മനസ്സിലാക്കി വരും. കോടതിയിൽ നിന്ന് വേണ്ടാന്ന് പറഞ്ഞ് ചവിട്ടിക്കറച്ചിട്ട് പോയതല്ല. അപ്പോൾ ഞാൻ ഇനി അധികം വെക്കുന്നില്ല, കുറച്ചും കൂടെ വീഡിയോ ലെങ്ത് ഉണ്ട്, 1 മിനിറ്റ് വീഡിയോ ആണ്. പക്ഷേ ഇതിൽ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ കുട്ടികളെ കാണാൻ ആ ഉമ്മ വരുന്നു, അവരുടെ വീട്ടുകാരാണോ ഇനി ചേച്ചിൻ്റെ കൂടെയാണോ എന്ന് എനിക്കറിയില്ല, സഹോദരൻ്റെ കൂടെയാണോ വന്നതെന്ന് എനിക്കറിയില്ല. അവർ വരുന്നു, മക്കളെ വേണ്ട പറയുന്നു. പക്ഷെ ആ കുഞ്ഞു കുട്ടി കരയുന്നത് കണ്ടോ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവോ? ആ കുട്ടിയുടെ ഉമ്മനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഉമ്മ പറഞ്ഞ് വിളിച്ച് കരയുന്നു. പക്ഷെ മൂത്ത കുട്ടിക്ക് ആ അമ്മയുടെ വെറുപ്പും അറപ്പും തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പോൾ സ്വന്തം മക്കളെയും ഭർത്താവിനെയും മറന്നുകൊണ്ട് വേറൊരു ആളുടെ കൂടെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ഇതൊക്കെ. എന്തായാലും എന്താ പറയുക, ഇങ്ങനെയൊന്നും ഇനി ആരും ചെയ്യാതിരിക്കുക. അവസാനം ഗതിയില്ലാതെ പരലോകം വെടിയേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.